ഹലോ, ഞാനൊരു ലിപ്സ്റ്റിക് ഹാക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ടൊരു പിങ്ക് ന്യൂഡ് ഷെയ്ഡ് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഗൈസ്, ഈ സ്റ്റേജിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഒരു നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്, എല്ലാവർക്കും അറിയാം. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, 12 hours വരെ ഇത് നിൽക്കുമെന്നാണ് പറയുന്നത്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് എനിക്ക് ഒട്ടും മാച്ച് ആവുന്നില്ല ഗൈസ്, പറ്റിപ്പോയി. കാരണം ഇത് നല്ല ലൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് മാച്ച് ആവണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിട്ട് എനിക്ക് മറ്റേ മഴത്തുള്ളി കിലുക്കത്തിലെ കൊച്ചിൻ അനീഫയുടെ ലിപ്പ് പോലെ തോന്നി. എന്നിരുന്നു നമുക്കിത് വെറുതെ വിടാൻ പറ്റൂലല്ലോ. നമുക്ക് ഏത് വാഷ് ഔട്ടായി പോണ ലിപ്സ്റ്റിക്കിനെയും നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് മാറ്റാൻ ഒറ്റ സാധനം മാത്രം മതി, അതാണ് ലിപ് ലൈനർ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഡാർക്ക് ലിപ് ലൈനർ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ എടുത്തത് മാഴ്സിൻ്റെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 02 ഡീപ് തവാൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് എനിക്കത്ര ഡാർക്ക് അല്ല, എൻ്റെ ലിപ്പിന് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, എൻ്റെ ലിപ്പിന് മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട് അവിടെ കാണുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ബ്രൗൺ ഷെയ്ഡാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അത് വെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ലിപ്പിൻ്റെ ഔട്ടർ സൈഡ് ഫുൾ ലൈൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഇന്നർ സൈഡിലോട്ട് ബ്ലെൻഡായി വരുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക. ഫുൾ ഷെയ്ഡ് ചെയ്യേണ്ട, സെൻറ്റർ ഭാഗം വിട്ടിട്ട്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള വാഷ് ഔട്ടായി പോണ ലിപ്സ്റ്റിക്ക് ഏതാണോ അത് നമ്മുടെ ലിപ്സിൻ്റെ സെൻറ്ററിൽ മാത്രം, അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും സെൻറ്ററിൽ മാത്രം ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് നോക്കണം. കോർണറിലോട്ടൊന്നും ഷെയ്ഡ് ചെയ്യേണ്ട. എന്നിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി നോക്കുക ഗൈസ്, അടിപൊളി ഷെയ്ഡായിട്ട് മാറും. നമുക്കിനി വാഷ് ഔട്ടായി പോണ മാറ്റി വെച്ചിരിക്കുന്ന ഏത് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ കമൻറ്റിൽ അറിയിക്കണം. പിന്നെ എന്നെയും എൻ്റെ ഈ ചാനലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ വേറെന്താ, ഇത് ഡ്രൈ ഔട്ട് ആയതിനു ശേഷം ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, അടിപൊളി ഷെയ്ഡാണ്. എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.